വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ വൈകും എന്നുള്ളതാണ്. കാരണം നാളെ 4-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരുന്നത്. മുഖ്യമന്ത്രി ഈ ആവശ്യം ഗവർണറോട് ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഗവർണർക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ നിയമോപദേശം സത്യപ്രതിജ്ഞ വൈകിപ്പിക്കാനുള്ള അധികാരം നിയമപരമായി ഗവർണർക്കുണ്ട് എന്നുള്ളതാണ്. കാരണം വിവാദ പരാമർശം അത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ ഒരു കൃത്യമായ തീരുമാനം കോടതിയിൽ നടക്കം വന്നതിന് ശേഷം മാത്രം ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്താൽ മതി എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. MS അനീഷ് കുമാർ, ഒപ്പം നന്ദകുമാർ തിരുവനന്തപുരത്ത് നിന്ന്. അനീഷ്, നിയമോപദേശം നേരത്തെ ഗവർണർക്ക് കിട്ടിയത് മുഖ്യമന്ത്രിയുടെ ശുപാർശ, അത്തരത്തിൽ ശുപാർശ നൽകിയാൽ തള്ളാനാവില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം വേണമെങ്കിൽ വൈകിപ്പിക്കാം എന്നുള്ളതാണ്. കൃത്യമായി ഗോപകുമാരൻ നായർ ഗവർണറെ ബോധിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാം പിണറായി വിജയൻ സർക്കാരിലേക്കുള്ള രണ്ടാം വരവ് സഹിച്ചറിയാനും വൈകും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയിൽ നിന്നും വന്ന ശേഷം ഗവർണർ ഒരു നിയമോപദേശം തേടിയാണ് ഈ നിർദ്ദേശം അയച്ചത്. സാധാരണഗതിയിൽ ഇത്തരം കീഴ്വഴക്കമില്ല എങ്കിലും ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൻ്റെ പേരിൽ സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വന്ന സാഹചര്യത്തിലാണ്, അതേ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് ഉള്ള ഒരു സംശയത്തിലാണ് ഇത്തരത്തിലൊരു അസാധാരണ നീക്കം ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ ഗവർണറുടെ ഈ നീക്കം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിയമോപദേശകനായ ഡോക്ടർ S ഗോപകുമാരൻ നായർ നൽകിയിരിക്കുന്ന നിയമോപദേശത്തിൽ ഈ നിലവിലെ സ്ഥിതിഗതികൾ അതേപടി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ തൽക്കാലം ഈ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വൈകിച്ചുകൊണ്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ തടയുന്നതിന് സാധിക്കും എന്ന് തന്നെയാണ്. കാരണം നിലവിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മന്ത്രി സജി ചെറിയാന് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു കോടതിയിൽ നിന്നും പൂർണ്ണമായി കുറ്റവിമുക്തനാക്കും വരെ ഇത്തരത്തിൽ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അനുമതി നൽകേണ്ടതില്ല എന്ന ഒരു കാര്യമാണ് നിയമോപദേശത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രി ഈ സത്യപ്രതിജ്ഞ ചെയ്യിക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയാലും ഒരു മറുപടി നൽകി കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാൻ ഗവർണർക്ക് കഴിയും. കാരണം ഈ നടപടിയിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടാം, ഒപ്പം കോടതികളുടെയും മറ്റുമൊക്കെ ഉത്തരവുകൾ തേടാം. പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്, കേവലം പോലീസ് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് മാത്രം ഈ കേസിൽ നിന്നും ഒഴിവാകാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കാം. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് എന്നാണ് നിയമോപദേശത്തിൽ പറയുന്നത്. ഒപ്പം ഈ ഭരണഘടനയെ അക്ഷരാർത്ഥത്തിൽ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലാണ് മന്ത്രിക്ക് തൽസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അതുകൊണ്ട് ആ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ മന്ത്രിയെ അതേ സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനുള്ള പരമാവധി ബാധ്യത ഗവർണർക്കുണ്ട്. അതുകൊണ്ട് ആ അധികാരം പ്രയോഗിക്കാം എന്നാണ് കൃത്യമായി പറയുന്നത്. എന്നാൽ സർക്കാരിന് മറ്റു ചില നിയമോപദേശങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള തീരുമാനമുണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ MLA സ്ഥാനത്ത് നിന്നും സജി ചെറിയാനെ അയോഗ്യനാക്കണമെന്ന് കാട്ടി ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കപ്പെടുകയും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആ ഹർജി തള്ളുകയും ചെയ്തിരുന്നു. അതായത് ഇത്തരത്തിൽ യാതൊരു വ്യവസ്ഥയും ഈ നിയമത്തിൽ ഇല്ല എന്നാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മന്ത്രിസ്ഥാനത്തുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതും ഈ MLA സ്ഥാനവും തമ്മിൽ വ്യത്യസ്തമാണ് എന്ന വിശദീകരണം തന്നെയാണ് ഗവർണർക്കുള്ള നിയമോപദേശത്തിൽ ഉള്ളത്. രഞ്ജിത്ത്, ഏതായാലും നിയമോപദേശം സജി ചെറിയാന് കുരുക്കാവുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരം അതുതന്നെയാണ്. നന്ദകുമാർ കൂടി അതിന്റെ വിശദാംശങ്ങൾ. നന്ദകുമാർ, സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത്, CPM പ്രതീക്ഷിച്ചിരുന്നത് സജി ചെറിയാന്റെ മടങ്ങിവരവാണ് മന്ത്രിസഭയിലേക്ക്. അതിനുള്ള തയ്യാറെടുപ്പുകൾ അത്തരത്തിൽ ഉണ്ടാവുകയും ചെയ്തു. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു സജി ചെറിയാൻ ക്യാമ്പ് എന്നും വേണം മനസ്സിലാക്കാൻ. സർക്കാർ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിൽ നിയമപരമായി ഇതിനെ നേരിടുക, അല്ലെങ്കിൽ ഗവർണർ പറയുക എന്നതിലൊക്കെ ശ്രദ്ധ ഊന്നുകയാണോ സർക്കാർ? തീർച്ചയായും, പ്രത്യേകിച്ച് ഗവർണറുടെ ഒരു അസാധാരണ നടപടി വന്ന സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരും ഇപ്പോൾ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിന്റെ നയപരമായും മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരത്തിലുമുള്ള കാര്യത്തിൽ ഗവർണർക്ക് കൂടുതൽ മുന്നോട്ട് പോകാനാകില്ലെന്ന ഒരു വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഗവർണർ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടാൽ അത് മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞാൽ അതിലൂടെ പ്രശ്നം അവസാനിക്കുമെന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർക്ക് നീട്ടിക്കൊണ്ടുപോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ സർക്കാർ കരുതുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ സജി ചെറിയാനെതിരെ വിഷയത്തിൽ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കണമെന്ന ശുപാർശയിൽ ഗവർണർ മുഖ്യമന്ത്രിയോട് ഇന്ന് തന്നെ വിശദീകരണം തേടിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 12 മണി എന്ന ഈ ഒരു സമയം അത് നിർണായകമായ ഒരു സമയം തന്നെയായിരിക്കും. എന്തായാലും ആ ഒരു സമയം തന്നെയായിരിക്കും ഇത്തരത്തിലൊരു നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. പ്രത്യേകിച്ച് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിന്റെ പേരിലായിരുന്നു
കോടതിയിലുള്ള കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയോ എന്നായിരിക്കും പ്രധാനമായും ഗവർണർ സർക്കാരിനോട് ചോദിക്കുക. അതോടൊപ്പം തന്നെ കോടതി കുറ്റവിമുക്തനാക്കിയെന്ന് ബോധ്യപ്പെടാതെ സത്യപ്രതിജ്ഞ നടത്തരുതെന്നും കേസിന്റെ വിശദാംശങ്ങൾ തേടണമെന്നുമാണ് ഗവർണർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നിയമോപദേശം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ആവശ്യം കണക്കിലെടുത്ത് മാത്രം സത്യപ്രതിജ്ഞയ്ക്ക് മുതിരരുതെന്നും അതോടൊപ്പം തന്നെ ഗവർണർക്ക് ലീഗൽ അഡ്വൈസർ നൽകിയ ഈ ഒരു നിയമോപദേശത്തിലുണ്ട്. സജി ചെറിയാനെതിരെയുള്ള സാധാരണ കേസല്ലെന്ന് ഗവർണർ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. നാളെ സത്യപ്രതിജ്ഞ നടക്കില്ല എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം തീരുമാനം വന്നിട്ടുണ്ട്. എന്തായാലും ഗവർണറെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ വഴങ്ങില്ല എന്ന ഒരു കാര്യം തന്നെയാണ് ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നിയമോപദേശം കൂടുതൽ പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ലഭിച്ച നിയമോപദേശം കൂടി അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നാളെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഈ ഒരു കണക്കുകൂട്ടലിലൂടെ നിശ്ചയിച്ചിരിക്കുന്ന ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് ഏകദേശം നടക്കില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ കോടതിയിലുള്ള കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയോ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഗവർണർ മുഖ്യമന്ത്രിയോട് സർക്കാരോട് ചോദിക്കുക. കോടതി കുറ്റവിമുക്തനാക്കി എന്നത് ബോധ്യപ്പെടാതെ സത്യപ്രതിജ്ഞ നടത്തരുതെന്നും കേസിന്റെ വിശദാംശങ്ങൾ തേടണമെന്നുമാണ് ഗവർണർക്ക് കിട്ടിയ കൃത്യമായ നിയമോപദേശം. അത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നില്ലേ നന്ദൻ? സ്വാഭാവികമായും. കാരണം ഈ പോലീസ്, പിണറായി സർക്കാരിന്റെ പോലീസ് തന്നെ അന്വേഷിക്കുന്നു, സജി ചെറിയാന്റെ മന്ത്രിസഭയിലേക്ക് മടങ്ങിവരെ ഉണ്ടാകണമെന്ന തരത്തിലൊരു റിപ്പോർട്ട് നൽകുന്നു, അത് കോടതിയിൽ സമർപ്പിക്കുന്നു. പക്ഷേ കോടതി ഈ വിഷയത്തിൽ ഒരു പരാമർശം പോലും ഇതുവരെ നടത്തിയിട്ടില്ല, ഈ വിഷയം പരിഗണിച്ചിട്ടുമില്ല. ആ സ്ഥിതിക്ക് സർക്കാരിന്റെ ഒരു നീക്കം അതല്പം തിടുക്കപ്പെട്ടു പോയി എന്നുള്ള ബോധ്യമായിരിക്കും ഒരു പക്ഷേ രാജ്ഭവന്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു നിയമോപദേശം തേടാൻ ഗവർണർ തുനിഞ്ഞത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തിരുവല്ല കോടതിയിൽ ഇപ്പോഴും സജി ചെറിയാനെതിരെ കേസിൽ അന്തിമ തീരുമാനമായിട്ടില്ല. പിന്നെ എന്ത് മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായതെന്നാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ചോദിക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ തന്നെയായിരിക്കും സർക്കാരിൽ നിന്ന് ഗവർണർ വീണ്ടും വിശദീകരണം തേടുക. വീണ്ടും നിയമോപദേശം തേടുന്ന കാര്യവും നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ഈ ഒരു വിഷയം മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ നീക്കങ്ങളെല്ലാം തന്നെ രാജ്ഭവൻ ഇപ്പോൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ നയപരമായും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരത്തിലുമുള്ള കാര്യത്തിൽ ഗവർണർക്ക് കൂടുതൽ മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ. ആ ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. കാരണം ഇത് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, സർക്കാരാണ്, സർക്കാരിന്റെ അധികാരത്തിലുള്ള കാര്യവുമാണ്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരത്തിലുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഗവർണർക്ക് കൂടുതൽ മൽപിടുത്തം പിടിക്കാൻ സാധിക്കില്ല എന്ന ഒരു കാര്യമാണ് ഈ സർക്കാരിന്റെ മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഈ ഒരു വിശദീകരണം നൽകി കഴിഞ്ഞാൽ അതിലൂടെ ഈ ഒരു പ്രശ്നത്തിന് അവസാനം ഉണ്ടാകുമെന്നും സർക്കാർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. തുടരുക അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, സജി ചെറിയാന്റെ മന്ത്രിസ്ഥാനത്തേക്കുള്ള വരവിൽ ഗവർണർ ഒരു ചെക്ക് വെച്ചിരിക്കുകയാണ് നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ. ഈ പുതിയ സാഹചര്യത്തിൽ എത്രത്തോളം നിർണായകമാണ് ഗവർണറുടെ നീക്കം? അല്ല, ഗവർണറുടെ നീക്കം വളരെ സ്വാഭാവികമാണ്, അത് നിയമാനുസൃതവുമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയെ പരസ്യമായി അവഹേളിക്കുകയും അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് സജി ചെറിയാൻ രാജിവെച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടോ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ടോ രാജിവെച്ചതല്ല. അദ്ദേഹത്തിന്റെ രാജി അനിവാര്യമായത് അദ്ദേഹത്തിന്റെ ഈ വാമൊഴി വഴക്കം കൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം പറഞ്ഞത് തെറ്റായി പോയി എന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും കോടതി വ്യവഹാരത്തിലൂടെ അദ്ദേഹത്തിന്റെ നിർദോഷിത്വം തെളിയിച്ചിട്ടുമില്ല. സ്വാഭാവികമായിട്ടും ഗവർണർക്ക് ചോദിക്കാമല്ലോ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ തിരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അനിവാര്യമാക്കിയ സാഹചര്യം എന്താണ്, അതിന്റെ ഭരണഘടനാപരമായ വശം എന്താണെന്ന് തീർച്ചയായിട്ടും ചോദിക്കാം. മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വമൊക്കെ ഗവർണർക്കുണ്ട്. അപ്പൊ ഗവർണർ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഗവർണറുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ഏതായാലും അനീഷ്, ഈ മുഖ്യമന്ത്രിയുടെ ആവശ്യം കണക്കിലെടുത്ത് മാത്രം സത്യപ്രതിജ്ഞയ്ക്ക് മുതിരരുത്, അതായത് സജി ചെറിയാനെതിരെയുള്ള സാധാരണ കേസല്ല എന്ന് വ്യക്തമാക്കുന്ന ഗവർണർ ഈ നിയമോപദേശം അദ്ദേഹത്തിൻ്റെ നിലപാട് കുറച്ചുകൂടി ബലപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് മാറ്റങ്ങളിലേക്ക് തൽക്കാലം ഗവർണർ മുതിരാനുള്ള സാധ്യതകളുണ്ടല്ലോ അല്ലേ? രഞ്ജിത്ത്, രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞയിലേക്ക് അല്ലെങ്കിൽ സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് എടുക്കാൻ തീരുമാനിച്ചത്. ഒന്ന്, ഈ സജി ചെറിയാന്റെ MLA സ്ഥാനം അയോഗ്യനാക്കണം, MLA സ്ഥാനത്ത് നിന്നും സജി ചെറിയാനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയായിരുന്നു അതിൽ ഒരു കാര്യം. ആ ഹർജിയിൽ വ്യക്തമായി തന്നെ അയോഗ്യത കൽപ്പിക്കാൻ കോടതിക്ക് കഴിയില്ല എന്ന് ഈ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. ഇത്തരം കാര്യങ്ങൾ നിയമത്തിൽ പറയുന്നില്ല എന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള അനുകൂലമായ
വിധിയുണ്ടായതിന് പിന്നാലെയാണ് ഈ തിരുവല്ല കോടതിയിലെ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ പോലീസ് അനുകൂലമായ റിപ്പോർട്ട് നൽകിയത്. പ്രോസിക്യൂട്ടറും ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്ത്, അതായത് സാഹചര്യ തെളിവുകൾ അനുകൂലമായില്ല, ആ വേദിയിൽ സന്നിഹിതരായിരുന്ന MLA-മാരടക്കം ഈ പരസ്യമായ ഒരു കുറ്റപ്പെടുത്തലല്ല ഉണ്ടായത്, വിമർശന അധിഷ്ഠിതമായ ഒരു സമീപനമാണ് ഉണ്ടായത് എന്നൊക്കെയുള്ള ആ മൊഴി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മനഃപൂർവ്വമായ ഒരു കുറ്റം ചെയ്തതല്ല, വിമർശനം മാത്രമാണ് ഉന്നയിച്ചതെന്നൊക്കെ കോടതിയിൽ പറയുകയും ചെയ്ത് ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി ലഭിക്കുക, മറ്റൊന്ന് കോടതിയിൽ പോലീസ് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയിലേക്ക് വീണ്ടും മടങ്ങി വരാമെന്ന ഒരു കണക്കൂട്ടിൽ തന്നെയാണ് സർക്കാരിനുണ്ടായിരുന്നത്. പക്ഷേ ഗവർണർ കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. കാരണം അന്ന് ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തി പുറത്തേക്ക് പോയപ്പോഴുണ്ടായ അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഗവർണർ പറയുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് പോലും തള്ളിപ്പറയേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സജി ചെറിയാന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് പുറത്തേക്ക് പോകേണ്ടി വന്നത്. ആ സാഹചര്യത്തിന് എന്ത് മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് ഗവർണർ കൃത്യമായി ചോദിക്കുന്നത്. കാരണം ഹൈക്കോടതിയിലെ വിധി അത് MLA സ്ഥാനവുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു, മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ആയിരുന്നില്ല ആ വിധിയിലെ പരാമർശങ്ങൾ. ഒപ്പം പോലീസ് നൽകിയ കേസ് തികച്ചും ഏകപക്ഷീയമായ കേസാണ് എന്ന് ഹർജിക്കാരൻ തന്നെ തീർപ്പ് ഏകപക്ഷീയമായ തീർപ്പാണെന്ന് ഹർജിക്കാരൻ തന്നെ ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് സാഹചര്യങ്ങളും പരിഗണിക്കുമ്പോൾ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തന്നെ ഗവർണർക്ക് പറയാം. പ്രത്യേകിച്ചും ഈ കോടതിയിലെ കേസ് എഴുതി തള്ളുന്നതിനോ അല്ലെങ്കിൽ അതിലൊരു തീർപ്പെടുക്കുന്നതിനോ കോടതി തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ നിരവധിയായ സാഹചര്യങ്ങളുണ്ട് നിലനിൽക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട. ശ്രീ ജ്യോതികുമാർ ചാമക്കാല കൂടി ചേരുന്നു. ജ്യോതികുമാർ ചാമക്കാല, നാളെ സത്യപ്രതിജ്ഞ നടത്താനുള്ള എല്ലാ നീക്കങ്ങളും സർക്കാർ പൂർത്തിയാക്കിയിരുന്നു. സജി ചെറിയാൻ മാനസികമായി വീണ്ടും മന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിനിടെയാണ് ഗവർണറുടെ ഒരു തട ഈ തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 12 മണിക്ക് ഏതായാലും ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കും. എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു സർക്കാരിന് ഈ വിഷയം? സ്വാഭാവികമായും സജി ചെറിയാൻ രാജിവെക്കാനിടയായ സാഹചര്യം ഇപ്പോഴും അതുപോലെ നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരായി തിരുവല്ല കോടതിയിൽ വന്നിട്ടുള്ള കേസിൽ പോലീസ് റിപ്പോർട്ട് നൽകിയെങ്കിലും കോടതി അത് പരിഗണിക്കുകയോ തീർപ്പാക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, നമ്മുടെയൊക്കെ മുമ്പിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്, അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് എന്താണെന്ന് പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അപ്പോ ആ സാഹചര്യത്തിൽ വീണ്ടും ഭരണഘടനയെ കുന്തം കുടച്ചക്രവർത്തിന് എന്നൊക്കെ വിശേഷിപ്പിക്കുകയും അതേ ഭരണഘടന തൊട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും അദ്ദേഹം വീണ്ടും മന്ത്രിയാകരുത് എന്നാണ് UDF-ന്റെ നിലപാട്. നിയമപരമായി അത് ശരിയായതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഗവർണറും ആ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും നിയമ നടപടികൾ പരിശോധിച്ച് മാത്രമേ അതിന് തീരുമാനമെടുക്കാൻ കഴിയൂ. ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യിക്കരുത് എന്ന് തന്നെയാണ് UDF-ന്റെ അഭിപ്രായം. കോൺഗ്രസിന്റെ അഭിപ്രായം, UDF-ന്റെ അഭിപ്രായം. കോൺഗ്രസ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി രംഗത്ത് വന്നിരുന്നു. ആ ദിനം നാളെ കരിദിനമായി ആചരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ഒരുപക്ഷെ നാളെ നടന്നേക്കില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത്. ഗവർണർ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. നിയമോപദേശം ഗവർണർക്ക് അനുകൂലമാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് അനുകൂലമാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്, ഇപ്പോൾ എന്തു സാഹചര്യമാണ് അടിയന്തരമായി സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കാൻ എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഭരണഘടനാ വിരുദ്ധത എന്ന പേരിൽ നടത്തിയ പ്രസംഗത്തിന്റെ സാഹചര്യം അതേപടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഒരു പോലീസ് റിപ്പോർട്ടിന്റെ മാത്രം ബലത്തിൽ എങ്ങനെ മന്ത്രിസ്ഥാനത്തേക്ക് സജി ചെറിയാനെ തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം രാജ്ഭവൻ ഉയർത്തുന്നുണ്ട്. ഏതായാലും അത് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമുണ്ട്. സജി ചെറിയാന്റെ മടങ്ങിവരവ് ഏതാണ്ട് ഉടൻ ഉണ്ടാവില്ല എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 12 മണിക്ക് ഗവർണർ ഇക്കാര്യങ്ങൾ സർക്കാരിനെ അറിയിച്ചേക്കാം. ഒരു പക്ഷേ മാധ്യമങ്ങളെ കാണാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കിളിരൂർ സ്വദേശിനി രശ്മി രാജിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുക. കോട്ടയം തെള്ളകത്തെ മലപ്പുറം കുഴിമന്തി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഇവർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും ഇനി ആർക്കും ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകരുതെന്നും മരിച്ച രശ്മിയുടെ അച്ഛൻ ചന്ദ്രൻ പറഞ്ഞു.
കോട്ടയത്ത് നിന്നും ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഈ മരണം അത് ഈ 2 മാസം മുമ്പ് അടച്ചുപൂട്ടിയ ഹോട്ടലാണ് എന്ന് മനസ്സിലാകുന്നു. വീണ്ടും ഇത് തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വലിയ വീഴ്ച അങ്ങനെ നോക്കിയാൽ സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. എന്തായാലും ഇതിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ബന്ധുക്കളും ആവശ്യപ്പെടുന്നത്. ഈ ഹോട്ടൽ 2 മാസം മുൻപ് ഇങ്ങനെ ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുടർ പരിശോധനകളൊന്നും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടിയാണ് എടുത്ത് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വീഴ്ചകൾ. ഇപ്പോ ഇവിടെ തന്നെ ഇവർക്ക് മാത്രമല്ല മറ്റു പലർക്കും വീണ്ടും ഭക്ഷ്യവിഷബാധ സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ന് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇവിടെ നിന്ന് ഓൺലൈനായി ആണ് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചതെന്നാണ് ഈ രശ്മി രാജിന്റെ അച്ഛൻ ചന്ദ്രൻ പറയുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന പോസ്റ്റ്മോർട്ടം പരിശോധന ഇതോടെ നിർണായകമാവുകയാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി കലോത്സവ വിശേഷങ്ങൾ. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA ഡിഫ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. അറുപത്തിയൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് തിരിതെളിയുകയാണ്. ഇന്ന് മത്സരങ്ങൾ 11:30 ആരംഭിക്കും. 10 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ട്. കോഴിക്കോട്ട് ഇനി കലയുടെ ദിനരാത്രങ്ങളാണ്. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ഏതായാലും കോഴിക്കോട്ട് കലയുടെ മാമാങ്കത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് ഏതൊക്കെ മത്സരങ്ങൾ പ്രധാനമായും ഉണ്ട്? മറ്റൊരുക്കങ്ങൾ ഏത് ഘട്ടത്തിലാണ്? 61ാം കലോത്സവത്തിന് തിരശ്ശീല ഉയരാൻ ഇനി അല്പസമയം മാത്രമാണുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചേർന്നു. അദ്ദേഹത്തോടൊപ്പം മന്ത്രി റിയാസും കൂടെയുണ്ട്. അഭിമാനകരമായൊരു മത്സരമാണ്. കാരണം 2 വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് കലോത്സവം അരങ്ങിലെത്തുന്നത്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവസാന വട്ടത്തിൽ? അവസാന നിമിഷത്തെ പരിശോധിക്കുമ്പോൾ ഇനി കൃത്യം 9:45 മുഖ്യമന്ത്രി എത്തിച്ചേരും. അദ്ദേഹം ഒരു 12 മിനിറ്റ് സ്വാഗതഗാനം കേൾക്കും. അതിനുശേഷം കൃത്യം 10 മണിക്ക് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. 11:30 മണിയോടുകൂടി ഉദ്ഘാടന സമ്മേളനം അവസാനിക്കും. 11:30 എല്ലാ വേദികളിലും മത്സരം ആരംഭിക്കും. ഏതാണ്ട് 14,000 താഴെയുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഭക്ഷണപ്പുര തയ്യാറായിട്ടുണ്ട്. ഒരു സമയം 2,000-ഓളം വരെ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള. അതുപോലെ 20 സ്കൂളുകൾ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 24 വേദികളും റെഡിയാണ്. മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം ഞങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. തീർച്ചയായും മന്ത്രി റിയാസ്, അദ്ദേഹം ആതിഥേയം കൂടിയാണ്. വലിയ ഒരു കലാമേളയാണ്. ഏഷ്യയിലത്തിലെ ഏറ്റവും വലിയ കലോത്സവമാണ്. എങ്ങനെയാണ് ആതിഥേയൻ എന്ന നിലയിൽ? ജനകീയമായി കലോത്സവത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. സംഘാടനം ജനകീയമാണ്. എല്ലാവരും, എല്ലാ ജനപ്രതിനിധികളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അധ്യാപക, വിദ്യാർത്ഥി, യുവജന സംഘടനകളെല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ടാണ് ഇതിന്റെ സംഘാടനം. ഒരു റിവഞ്ച് സ്റ്റേറ്റ് സ്കൂൾ കലോത്സവമാണ്. അതായത് ഇടക്കാലത്ത് കലോത്സവം നടന്നില്ല. കോവിഡായിരുന്നു ഇതിന്റെ വില്ലൻ. അത് നഷ്ടബോധത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പ്രതികാര മനോഭാവം അത് ഈ കലോത്സവത്തിൽ കാണാനാകും. പോസ്റ്റ് കോവിഡ് ഉത്സവങ്ങളിലെല്ലാം അത് കാണുന്നത് പോലെ ഈ കലോത്സവത്തിൽ കാണും. പേഴ്സണലി എങ്ങനെയാണ് കാണുന്നത്? 2015 ഇവിടെ വരുമ്പോ നമ്മൾ പണ്ടും കലോത്സവങ്ങൾ കാണിയായിട്ട് കാണാറുണ്ട്, സംഘാടനം ഉണ്ടാകാറുണ്ട്. കോളേജ് കലോത്സവങ്ങളിൽ യൂണിയൻ ഭാരവാഹിയായും മറ്റും അല്ലാതെയും ഒക്കെ തന്നെ അതിന്റെ സംഘടനാ പ്രവർത്തനത്തിന് നിന്നിട്ടുണ്ട്. ആ ഒരു അനുഭവങ്ങളുണ്ട്. അപ്പോൾ കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ആ നിലയിലാണ്. ഇവിടെ ഇതിന്റെ 21 സബ് കമ്മിറ്റിയും എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഞങ്ങൾക്കൊപ്പം സബ് കമ്മിറ്റി മീറ്റ് ചെയ്യാൻ വന്നിരുന്നു. പൊതുവെ ഒരു മന്ത്രിമാർ തന്നെ ക്യാമ്പ് ചെയ്ത് കലോത്സവം സംഘടിപ്പിച്ചു. ഇതൊരു ജനകീയതായിരുന്നു. ഇവിടെ നമുക്ക് കാണാം സംസ്ഥാനത്തിന്റെ മുന്നോടിയായിട്ടുള്ള ആവേശം പല തലങ്ങളിൽ വിലയടിക്കുകയാണ് എന്നാണ് നിമിഷങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ പ്രധാന വേദിയിൽ നടക്കും. പൂരക്കളി
പൂരക്കളിയിൽ കാൽ നൂറ്റാണ്ട് കാലത്തെ വിജയ പാരമ്പര്യവുമായാണ് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണ സംസ്ഥാന കലോത്സവത്തിലെത്തുന്നത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടുകയാണ് ലക്ഷ്യം. പൂരക്കളിയെ കൂടുതൽ ജനകീയമാക്കാൻ കലോത്സവ വേദികൾ പ്രയോജനപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായി 26ാം തവണയാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്ഥാനതല മത്സരത്തിൽ യോഗ്യത നേടുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 20ാം തവണയും. കാസർഗോഡ് സ്വദേശി മാണിയോട്ട് നാരായണനാശാനാണ് പൂരക്കളി സംഘത്തെ ഒരുക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ പകുതി ഭാഗങ്ങളിലെ ക്ഷേത്ര അനുഷ്ഠാന കലയാണ് പൂരക്കളി. അത് സമീപകാലത്ത് ഈ സ്കൂൾ യൂണിവേഴ്സിറ്റി കെ ചന്ദ്രശേഖര വിദ്യാഭ്യാസ മന്ദിരമായിട്ടുണ്ടാവുന്ന ഇത് ഒരു മത്സര ഇനായിട്ട് കൊണ്ടുവന്നത്. ഞാൻ കാസർഗോഡ് മാണിയാട്ട് സ്വദേശിയാണ്. അപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം അല്ലെങ്കിൽ ഇത് കലോത്സവത്തിൻ്റെ സമയമാകുമ്പോൾ ജില്ലാ കലോത്സവം ആകുമ്പോൾ വന്നിട്ട് 2 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം നിന്നിട്ട് കുട്ടികളെ പരിശീലിപ്പിച്ചിട്ട് പോയിട്ട് വീണ്ടും വരിക. അങ്ങനെയാണ് നമ്മളെ ഇത്ര തുറന്നു പോകുന്ന ഒരു ഇത്. 12 പേരടങ്ങുന്ന ടീമാണ് പൂരക്കളി മത്സരത്തിൽ പങ്കെടുക്കുക. ഹൈസ്കൂൾ വിഭാഗത്തിൽ സാരംഗ് സജീവും സംഘവും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഭിഷേകും സംഘവുമാണ് കോഴിക്കോട്ടെ വേദിയിലെത്തുക. സുശാന്ത്, ന്യൂസ് 18, വടകര. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. ന്യൂസ് റൂം ലൈവിൽ ഇടവേള. കോഴിക്കോട്ട് കലയുടെ ആവേശമാണ് കലോത്സവ വേദിയിലേക്ക്. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കലാമേളയുടെ ഉദ്ഘാടന വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെത്തി. മന്ത്രി മുഹമ്മദ് റിയാസ്, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ നേരത്തെ തന്നെ വേദിയിലുണ്ടായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി കലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങ് നടത്തും. ഒപ്പം ഉദ്ഘാടന സമ്മേളനവും ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. സ്പീക്കർ മുഹമ്മദ് റിയാസ്, സ്പീക്കർ MP ഷംസീറിനെ അടക്കം നമുക്ക് വേദിയിൽ കാണാം. മുഖ്യമന്ത്രി അല്പം മുമ്പാണ് വേദിയിലേക്ക് എത്തിച്ചേർന്നത്. അതിരുകളില്ലാത്ത ആഘോഷ പൊലിമയാക്കി മാറ്റാൻ ഈ വിദ്യാഭ്യാസ അവർക്കുള്ള നന്ദിയും കൂടി അറിയുകയാണ്. റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട MLA ശ്രീ നേരത്തെ നടന്ന ചടങ്ങ് അതിരുകളില്ലാത്ത ആഘോഷ പൊലിമയാക്കി മാറ്റാൻ ഈ വിദ്യാഭ്യാസ അവർക്കുള്ള നന്ദിയും കൂടി അറിയുകയാണ്. റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട MLA ശ്രീ നേരത്തെ നടന്ന ചടങ്ങ് അതിരുകളില്ലാത്ത ആഘോഷ പൊലിമയാക്കി മാറ്റാൻ ഈ വിദ്യാഭ്യാസ അവർക്കുള്ള നന്ദിയും കൂടി അറിയുകയാണ്.
31ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. സംഘാടക സമിതിയിലെ പ്രധാനി കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ്, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, സ്പീക്കർ എൻ ഷംസീർ, മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ള പ്രമുഖർ വേദിയിലുണ്ട്. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. 11:30 മണിയോടുകൂടിയാണ് 20-ൽ പരം വേദികളിലായി സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിക്കുക. CV അനുമോദുണ്ട്. അനുമോദ്, എത്ര മണിയോടെ ചടങ്ങുകൾ പ്രതീക്ഷിക്കണം? ഇന്ന് പ്രധാനമായും എന്തൊക്കെ മത്സരങ്ങൾ നടക്കും? രഞ്ജിത്ത്, പ്രധാന വേദിയിൽ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായുള്ള സ്വാഗത അവതരണമാണ് നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാന വേദി മൈതാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, എ കെ ശശീന്ദ്രൻ, സ്പീക്കർ എൻ ഷംസീർ തുടങ്ങി പ്രമുഖരായ എല്ലാ നേതാക്കളും മന്ത്രിമാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ദശാശരത്താണ് മുഖ്യാതിഥിയായിട്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. 10 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുക. ഇന്ന് പ്രധാനമായിട്ടും ഈ വേദിയിൽ അതിനുശേഷം മോഹിനിയാട്ടം ആണ് നടക്കുക. അതുകൊണ്ട് തന്നെ കോൽക്കളി, ഭരതനാട്യം, മിമിക്രി, ചാക്യാർകൂത്ത്, ദഫ്മുട്ട് തുടങ്ങി ഏറ്റവും ആകർഷണീയമായ ഇനങ്ങൾ ഇന്ന് പല വേദികളിലായിട്ടും നടക്കുന്നുണ്ട്. നമുക്കറിയാം 24 വേദികളിലായിട്ടാണ് ഇത്തവണ കലോത്സവത്തിലെ ആഘോഷങ്ങൾ നടക്കുക, മത്സരങ്ങൾ നടക്കുക. ഇപ്പോൾ പ്രധാന വേദിയിൽ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള സ്വാഗത ഗാനം അരങ്ങിൽ എത്തിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നോക്കാം. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലെത്തിക്കഴിഞ്ഞു. സ്വാഗതഗാനം ഇപ്പോൾ കലോത്സവ വേദിയിൽ ആലപിക്കുകയാണ്.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. ഇപ്പോൾ സ്വാഗത ഗാനം ആലപിക്കുന്നതാണ് കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അവിടെ വേദിയിലുണ്ട്. ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. പ്രമുഖരുടെ സാന്നിധ്യം വേദിയിൽ കാണാം. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മന്ത്രി മുഹമ്മദ് റിയാസ്, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, സ്പീക്കർ AN ഷംസീർ, മന്ത്രി AK ശശീന്ദ്രൻ അടക്കം പ്രധാനപ്പെട്ടവരെല്ലാം അവിടേക്ക് എത്തിക്കഴിഞ്ഞു. 11:30 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക. ന്യൂസ് ലൈവിൽ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്തും.